എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. നമ്മളിന്ന് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ചും തിരിച്ചടികളെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്. കൂടാതെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്നുള്ളതിനെക്കുറിച്ചും കൂടി നമ്മളിതിൽ പറയുന്നുണ്ട്. അനിഴ നക്ഷത്രക്കാരുടെ രാശി എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ്. അതായത് വൃശ്ചികം രാശിയിൽ പിറന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ. വൃശ്ചികം എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രമാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഗ്രഹമാണ്, ആഗ്നേയ ഗ്രഹമാണ്, വളരെ പവർഫുള്ളായിരിക്കും. അതേപോലെ തന്നെ ചന്ദ്രൻ്റെ നീചരാശിയുമാണ്. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്ന രാശി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലവിധ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അതുപോലെ ജീവിതത്തിൽ ഉടനീളം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടവരുമാണ്. പക്ഷേ ഏതൊരു പ്രതിസന്ധികളെയും ഇല്ലാതാക്കുവാനും ആ പ്രതിസന്ധികളിലൂടെ വിജയത്തിലെത്താനും കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അവർക്ക്, അതായത് ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നവരാണ്. ഗ്രഹനില കൂടി അനുകൂലമാണെങ്കിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാവുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ. ലോകത്തിലെ അതിപ്രശസ്തരായ പലരും ജനിച്ച നക്ഷത്രവുമാണ് അനിഴം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വളരെയേറെ പേർ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചതിൽ ദുഃഖിതരായി കഴിയുന്നതായി കണ്ടുവരാറുണ്ട്. അതിൻ്റെ കാരണം ഒരു പരിധിവരെ നക്ഷത്രത്തിൻ്റെ പ്രശ്നമായിരിക്കുകയില്ല, ഗ്രഹനില കൂടി മനസ്സിലാക്കി പ്രതിവിധികൾ ചെയ്ത് പോകേണ്ടതാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ നക്ഷത്രക്കാരുടെ പൊതുവായ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ബാല്യകൗമാരങ്ങൾ അത്ര സുഖകരമായിരിക്കാൻ വഴിയില്ല. ഇവർ ജനിക്കുന്നത് ശനിദശയിലാണ്. ഇവരുടെ ബാല്യകൗമാരങ്ങളിലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. പിതാവിൽ നിന്നും മാതാവിൽ നിന്നും പറയത്തക്ക പ്രയോജനങ്ങൾ ലഭിക്കാറില്ല. പ്രത്യേകിച്ച് പിതാവിൽ നിന്ന് ഇവർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുക വളരെ അപൂർവം പേർക്കായിട്ടാണ് കണ്ടുവരുന്നത്. കുടുംബത്തിൽ നിന്നും പലപ്പോഴും പറയത്തക്ക പ്രയോജനങ്ങൾ ഉണ്ടായി എന്ന് വരുന്നതല്ല. പക്ഷേ ഒരു 20 വയസ്സിന് ശേഷം ഇവർ സ്വന്തമായ ഒരു പാത കണ്ടെത്തി അതിലൂടെ സഞ്ചരിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. പക്ഷേ അവിടെയും ഇവർക്ക് പലവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായിട്ടും അതിനൊക്കെയുള്ള പ്രതിവിധികൾ കണ്ടെത്തേണ്ടതായിട്ടും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായോഗിക ജീവിതത്തിൽ ഇവർക്ക് എങ്ങനെ പ്രതിസന്ധികളെ മറികടക്കാമെന്ന് സ്വയം കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും. മാനസികമായി പ്രതിസന്ധികളിൽ തളർന്നു പോയില്ല എങ്കിൽ അവർ ഉദിച്ചുയരുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഏതൊരു പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ കഴിയുന്നവരാണ്. ആ പ്രതിസന്ധികളെ പോലും ഗുണകരമാക്കി മാറ്റി അതിലൂടെ ഉയർച്ചയുടെ പടവുകൾ കയറി ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാർ. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അനിഴ നക്ഷത്രമാണ്. അതുപോലെ അനിഴം തിരുനാൾ, അബ്ദുൽ കലാം, അതുപോലെ സദ്ദാം ഹുസൈൻ, ഉമ്മൻചാണ്ടി, ഇങ്ങനെ നമുക്ക് അറിയാവുന്ന നിരവധി പേർ ജനിച്ച നക്ഷത്രമാണ്. അതിപ്രശസ്തരായ ഒരുപാട് പേർ ഈ നക്ഷത്രത്തിലുണ്ട്. ഇവരുടെ എല്ലാം ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, ഇവർ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് സ്വയാർജിതമായ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണ് അവരുടെ ആ ഒരു സിംഹാസനം എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. ഇത് അനിഴ നക്ഷത്രക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ട് മാനസികമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ആ പ്രശ്നങ്ങളിൽ തകർന്നു പോയാൽ പോയി, നേരെ മറിച്ച് അതിനെ നേരിട്ട് മുമ്പോട്ട് പോയാൽ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്ന ഏത് അനിഴ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ
ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, 20 വയസ്സിന് ശേഷം സ്വതന്ത്രമായ പാതയിലൂടെ സഞ്ചരിച്ച് പലവിധ പ്രതിസന്ധികളെ നേരിട്ട് മുമ്പോട്ട് പോവുകയും ഏകദേശം ഒരു 34 വയസ്സിന് ശേഷം ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതായിരിക്കും. അങ്ങനെ 34-35 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ ദൃശ്യമായി തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവർക്ക് പടിപടിയായ ഉയർച്ച മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രഹനിലയിൽ അനുകൂലമായ ഭാവത്തിൽ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന പദവികളിലൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും. ഇവർക്ക് എല്ലാ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ്. അതായത് ഔദ്യോഗിക രംഗത്തൊക്കെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാണ്. കലാരംഗത്തായാലും കായിക രംഗത്തൊക്കെ ആയാലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത്, ശാസ്ത്രീയ രംഗത്ത് ഒക്കെ ഉയർന്ന തലങ്ങളിൽ വിരാജിക്കാൻ കഴിയുന്ന നിരവധി പേരെ നമ്മൾ ഈ നക്ഷത്രത്തിൽ കാണാറുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് അനിഴ നക്ഷത്രക്കാർ. അതുപോലെ ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുമാതിരി കുഴപ്പമില്ലാത്ത വിവാഹ ജീവിതമാണെന്ന് തന്നെ പറയാവുന്നതാണ്. പറയത്തക്ക പ്രതിസന്ധികളൊന്നും ഇവരുടെ വിവാഹ ജീവിതത്തിൽ കണ്ടുവരുന്നില്ല. മാത്രവുമല്ല, നല്ല ഇടങ്ങളെ ലഭിക്കുന്നതാണ്. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നല്ല വിവാഹ ജീവിതം ലഭിക്കുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന ഒരുപാട് പേർ അവിവാഹിതരായി കഴിയുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. അതൊക്കെ ഗ്രഹനിലയുടെ പ്രാധാന്യം അനുസരിച്ചുണ്ടാകുന്നതാണ്. ഗ്രഹനില 7-ാം ഭാവത്തിൻ്റെയും ശുക്രൻ്റെയും ഒക്കെ പ്രത്യേകത അനുസരിച്ച് ചിലർ അവിവാഹിതരായി കഴിയാറുമുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് ചേരാറുമുണ്ട്. ചിലർ ഡിവോഴ്സായി മാറാറുമുണ്ട്. അതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒരു 60% പേരുടെയും വിവാഹ ജീവിതം പൊതുവെ കുഴപ്പമില്ലാത്ത രീതിയിൽ കടന്നു പോകുന്നതായി കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നല്ല സന്താനങ്ങളെ കൊണ്ടൊക്കെ ഒരു ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. സത്സന്താന യോഗം ഉള്ള നക്ഷത്രക്കാരാണ്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എടുത്തു പറയാവുന്നത്, ഇവരെന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഏത് മാർഗം സ്വീകരിക്കുകയും ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗത്ത് ഏതൊരു കർമ്മമേഖലയിലാണോ ആ കർമ്മമേഖലയിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുകയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് കർമ്മരംഗത്ത് ഇവർ യാതൊരു പരിഗണനയും കൊടുക്കാറില്ല. അവരാഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നവരുമാണ്. മറ്റെല്ലാ കാര്യങ്ങളിലും ഇവർ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്നവരും സഹജീവി സ്നേഹമുള്ളവരും ആരുടെയും ഏത് പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ സന്നദ്ധരായിട്ടുള്ളവരും ആയിരിക്കും. ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള പ്രത്യേകത. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ചന്ദ്രൻ നീചത്തിലാണെന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മാനസികമായ സമ്മർദ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പേരുദോഷങ്ങളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ അവയെ നേരിടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം ഉറപ്പാണ്. അതുപോലെ തന്നെ ആരുടെയെങ്കിലും കാര്യങ്ങളിൽ എടുത്തു ചാടി പ്രശ്നപരിഹാരം തേടി പോകുന്ന സമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തിരിച്ചടിയായി മാറുന്നതായി കണ്ടുവരാറുണ്ട്. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുണ്ടാകുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തെ ആരോടെങ്കിലുമൊക്കെ പകയും വിദ്വേഷമൊക്കെ ഉണ്ടാക്കാൻ കാരണമായി തീരാറുണ്ട്. അത്തരം പകയും വിദ്വേഷങ്ങളും വെച്ചുകൊണ്ടിരിക്കരുത്. അതൊക്കെ അവിടെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ഉയർന്ന ആത്മവിശ്വാസം പുലർത്തുന്ന ഒരാണ് ഈ നക്ഷത്രക്കാരെങ്കിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ആത്മവിശ്വാസം വെച്ച് പുലർത്താൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല ദൈവാധീനമുള്ള നക്ഷത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വരച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആണ്. ഈ നക്ഷത്രപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പതിഭക്തി ഉള്ളവരായിരിക്കും. കുടുംബകാര്യങ്ങളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും. നല്ല സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. ഏതൊരു കർമ്മമേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും എന്നൊക്കെയുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതൊക്കെയാണ് എടുത്ത് പറയാവുന്ന പ്രത്യേകതകൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ കാണുന്ന ധാരാളം പേരുണ്ട്, പക്ഷേ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ കൂടി ശ്രദ്ധിക്കാം എന്നുകൂടി പറയുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈശ്വരാധീനം കൂടി വരുത്തി പോവുക എന്നുള്ളതാണ്. ജനിക്കുന്ന ശനിദശയിലാണ്. അതുകൊണ്ട് തന്നെ ശനീശ്വര പ്രീതികരമായ കർമ്മം, ശാസ്താവിനെ പ്രീതിപ്പെടുത്തി പോവുക. ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഒക്കെ പ്രാർത്ഥിച്ചും നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്തും ഒക്കെ മുമ്പോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഒക്കെ നടത്തി ഈശ്വരാധീനം കൂടി വരുത്തിപ്പോയാൽ ജീവിതത്തിൽ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ജനിക്കുന്നത് ശനിദശയിലാണ്. അത് ഏകദേശം 10 വയസ്സ് വരെയൊക്കെ എല്ലാവർക്കും ശനിദശയായിരിക്കും. പൂർണ്ണമായ ശനിദശ അനുഭവിക്കേണ്ടതായി വരുന്നത് അപൂർവം പേർക്കായിരിക്കും. 10 വയസ്സ് വരെ ശനിദശയാണെങ്കിൽ പിന്നീട് വരുന്നത് ഗുരുദശയാണ്, 17 വർഷം 27 വയസ്സ് വരെ. പിന്നീട് 7 വർഷക്കാലം കേതുവിൻ്റെ ദശയാണ്, 34 വയസ്സ് വരെ. പിന്നീട് 20 വർഷക്കാലം ശുക്രദശയാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ ശുക്രൻ അനുകൂലമാണെങ്കിൽ ആ 20 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിലെത്താനും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നൊരു കാലഘട്ടമായിരിക്കും 34 വയസ്സ് വരെ മുതൽ 54 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. പിന്നീട് വരുന്ന രവിദശാകാലം. അങ്ങനെ രവിദശാകാലവും വളരെ അനുകൂലമായിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും കണ്ടുവരുന്നത്. പിന്നെ ചന്ദ്രദശാകാലം. ഇങ്ങനെ ജീവിതത്തിൻ്റെ കാലചക്രം പൂർത്തിയാകുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. അനുനക്ഷത്രത്തിൽ പറഞ്ഞ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.